ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇപ്പം നമുക്ക് ഇന്ന് ചിഹ്നങ്ങളൊന്ന് ജസ്റ്റ് പറയാം. അതിനു മുമ്പേ മിസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ നിങ്ങളോട്. അപ്പം അതിൽ ആദ്യത്തെ എന്താണ്, ഏതൊക്കെയാണ് മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ? ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ് ആൻഡ് റൈറ്റ്. ഒന്ന് എഴുതിയ എല്ലാവരും മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എഴുതുക. 5 എണ്ണാണുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? അത് ഏതൊക്കെയാണ്? ഒന്ന് നല്ല നീറ്റിൽ സ്ലേറ്റിൽ എഴുതിയ മക്കള് നോക്കട്ടെ. സേ ആൻഡ് റൈറ്റ് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നിങ്ങൾ എഴുതിക്കോ. ഇപ്പം എല്ലാവരും മ്യൂട്ട് ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ആരും കേൾക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുന്നതും പറഞ്ഞുകൊണ്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പൊ ചില്ലക്ഷരങ്ങൾ ആദ്യമായിട്ട് ചില്ലക്ഷരങ്ങളൊന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ നോക്കട്ടെ. ഓക്കെ അവേദ്യ. ഓക്കെ കറക്റ്റ് അവേദ്യ. അവിടെ വെച്ചോ, താഴെ വെച്ചോ. ഓക്കെ കറക്റ്റ്, സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് ഇവിടെ സമജ്ഞ എഴുതിയിട്ടുണ്ട്. ഓക്കെ സൂപ്പർ. അപ്പൊ എല്ലാ മക്കൾക്കും ഇത് അറിയോന്ന് എന്ന് മിസ് നോക്കാനാണ് കേട്ടോ. ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് എഴുതിയേ. എനിക്ക് സ്ലേറ്റിൽ എഴുതുന്നതായിരുന്നു കുറച്ചുകൂടി എനിക്ക് കാണാൻ ബെറ്റർ. അവിടുന്ന് നൈജൽ ചില്ലക്ഷരങ്ങൾ എഴുതിയോ നൈജലേ? നോക്കട്ടെ. നിങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോന്ന് അറിയണ്ടേ? ഓക്കെ ഏഞ്ചൽ സൂപ്പർ. ഒന്നുകൂടി വേണ്ടേടാ? എഴുതിയിട്ടുണ്ട്. ഓക്കെ 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 5 എണ്ണം ഉണ്ട്. ഓക്കെ സൂപ്പർ. നെഹ്ല ഫാത്തിമ എഴുതിയിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് ആൻഡ്രോസ് ജിയോ എഴുതി. ആരും ഹെൽപ്പ് ചെയ്യണ്ട കേട്ടോ, ഒറ്റക്ക് അവർ എഴുതട്ടെ, എന്നാലല്ലേ അവർ പഠിക്കൂ. ഹെൽപ്പ് ചെയ്യണ്ട ആരോമല. ഓക്കെ കറക്റ്റ് മോനെ. നൈജൽ കാണിച്ചു തന്നേ നോക്കട്ടെ ചില്ലക്ഷരങ്ങളെ. ഓക്കെ അപ്പൊ ചില്ലക്ഷരങ്ങൾക്ക് അറിയോ എല്ലാ മക്കൾക്കും? ഇനി ചില്ലക്ഷരങ്ങള് ഭാവയാമി എഴുതിയിട്ടുണ്ട്. ഓക്കെ അപ്പോ ഇനി ആർക്കെങ്കിലും ചില്ലക്ഷരങ്ങൾ അറിയാതെ ഉണ്ടോ? ഇല്ല അല്ലെ? ഒരുവിധം എല്ലാ മക്കൾക്കും അറിയാലോ. ഇഷാനി അറിയാം, ശ്രീകൃഷ്ണക്ക് അറിയാം, എല്ലാവരും എഴുതുന്നുണ്ട്. ഭവിക എഴുതിയിട്ടുണ്ട്, കാശിനാഥ് എഴുതിയിട്ടുണ്ട്, എഡ്വിൻ എഴുതിയിട്ടുണ്ട്, കെ ജുവലും എന്താണ് ജസ്വൽ എഴുതിയിട്ടുണ്ട്, ആരോൺ എഴുതിയിട്ടുണ്ട്, കെ ഗോഡ്വിൻ എഴുതിയോ ഗോഡ്വിൻ? പാർവണ എഴുതി. ഓക്കെ എല്ലാ മക്കളും സൂപ്പറാണ്, എഴുതിയിട്ടുണ്ട് അല്ലേ? എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ, ഇനി ഡൗട്ട് ഇല്ലല്ലോ. ദേവപ്രിയ എഴുതിയിട്ടുണ്ട്. അപ്പോ മലയാളത്തിലെ ചില്ലക്ഷരങ്ങള് ഇൻ, ഇൽ, ഇൻ, ഇർ, ഇൾ അല്ലേ? അതായത് ഇർ, ഇൻ, ഇൽ, ഇൻ, ഇൾ. ഇതാണ് മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ. നെക്സ്റ്റ് നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ? ഒന്ന് പറഞ്ഞേ, മിസ് ചോദിക്കുന്നവരൊന്ന് പറയണം. ധനലക്ഷ്മി സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാ? ധനലക്ഷ്മി പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ഓക്കെ അല്ലെ? ആയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സ്വരാക്ഷരങ്ങൾ. ആ ആ ഇ ഈ ഉ ഊ ഇർ എ ഏ ഐ ഒ ഓ ഔ അം അ. ഇതാണ് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ. എല്ലാ മക്കൾക്കും അറിയാലോ ഇല്ലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ആർക്കെങ്കിലും അറിയാത്ത ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ അപ്പോ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത്? വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങൾ ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുക? മിസ് ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. വ്യഞ്ജനാക്ഷരങ്ങൾ ഏതാണ് നെഹ്ല ഫാത്തിമ? വ്യഞ്ജനാക്ഷരങ്ങൾ നെഹ്ലക്കുട്ടി. അല്ലേ? ഓക്കെ അതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ മോക്കറിയാതെ മനസ്സിലായി. നെക്സ്റ്റ് നൈജൽ. എവിടെ നൈജൽ പോയോ? നൈജൽ ഏതാണ് അടുത്ത ലെക്ചേഴ്സ്?
വ്യഞ്ജനാക്ഷരങ്ങൾ അടുത്ത ലെറ്റേഴ്സ്. ആരും ഹെൽപ്പ് ചെയ്യണ്ട. ഏഞ്ചലെ നീ ഹെൽപ്പ് ചെയ്യരുത്. ആ പറഞ്ഞോ. കാക്ക കാക്കാങ്ങാന്ന് നഹ്ല ഫാത്തിമ പറഞ്ഞു. അടുത്ത ലെറ്റേഴ്സ് ഏതാണ്? കാ കഴിഞ്ഞാല് ഏത് അക്ഷരങ്ങളാണ്? നൈജൽ ഒന്ന് പറയോ? ആ പറഞ്ഞോ. അവിടെ ഇങ്ങോട്ട് മാത്രം. ടീച്ചറിനെ മാത്രം നോക്കിയാൽ നിങ്ങൾ അങ്ങോട്ട് നോക്കരുത് ഒരു കാരണവശാലും. എപ്പോഴും ഏച്ചി അമ്മയൊന്നും കൂടി ഉണ്ടാവില്ല. വാ ഇങ്ങോട്ട് നോക്കിപ്പോ. ഓക്കെ. കാക്ക കക്കങ്ങ കഴിഞ്ഞാല് ചാ 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 തന്നെയാണ് അല്ലേ? നെക്സ്റ്റ് വരുന്നത് കാച്ച. നെക്സ്റ്റ് ഏതിലാ സ്റ്റാർട്ട് ചെയ്യാ? ഓക്കെ ടാ. ടായാണ് വരുക അല്ലേ? ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് ഏതിലാണ്? ടാ കഴിഞ്ഞ ഏതാ ആരോമലേ? മതി. നൈജല് മ്യൂട്ട് ചെയ്തോ. ഓക്കെ. ടായില് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഇപ്പൊ ടാ ടാ ഡാ ടാ ണ. അത് കഴിഞ്ഞാലോ നെക്സ്റ്റ് ത അല്ലേ? താ ത ദ ത ന. ഓക്കെ. നെക്സ്റ്റ് പ. അപ്പൊ ക ച ട ത പ. അങ്ങനെയാണ് ക ച ട ത പ. ഓർഡറിൽ നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി. പിന്നെ എന്താ വരുന്നത്? യാ രാ ലാ വാ ശ ഷ സ ഹ ള ഴ റ അല്ലേ? റാ വരെയാണ് അക്ഷരങ്ങൾ. അപ്പൊ ഇതേതാണ്? മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മൾ? ചില്ലക്ഷരങ്ങൾ പഠിച്ചു, സ്വരാക്ഷരങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് ഇപ്പൊ പറഞ്ഞത് വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? പിന്നെയാണ് നമ്മളിത് കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഏതാ ഭാവയാമി കൂട്ടക്ഷരങ്ങള്? അറിയോ നോക്കട്ടെ. പഠിക്കുന്നതേ ഉള്ളൂ നമ്മള് അല്ലേ? ഓക്കെ പറഞ്ഞോ എന്നാലും. അല്ലേ? ഈ കാ ച ട ത പ എന്നിതിന്റെ എല്ലാം ഇക്ക. അതായത് കൂട്ടക്ഷരങ്ങൾ പറയുമ്പോ ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ, ഇങ്ങ, ഇഞ്ച, ഇണ്ട, ഇന്ത, ഉമ്പ അല്ലേ? ജ ധ ഭ അങ്ങനെ എന്തൊക്കെയോ കുറെ ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ചെറിയ മക്കളത്ര അതുകൊണ്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെയാണ് നമ്മൾ എന്ത് പഠിച്ചു? ഇപ്പം ചിഹ്നങ്ങൾ പഠിച്ചു അല്ലേ? ചിഹ്നങ്ങളില് ആ എന്ന ചിഹ്നം എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? അതുപോലെ ഈ ഉ ഊ ഇറ് എ ഏ ഐ ഒ ഓ ഔ അം അ. ഇത്രയും ചിഹ്നങ്ങളാണുള്ളത്. അതിന് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായി അല്ലേ? അപ്പൊ കാക്കാന്ന് എഴുതുമ്പോ കാക്ക് ആ എന്ന ചിഹ്നം ഇടണം ഇടയിൽ, എന്നിട്ട് ഇക്ക എഴുതണം. ഓക്കെ. പൂവിന് എഴുതുമ്പോ പാ എഴുതി ഊ എന്ന ചിഹ്നം യൂസ് ചെയ്യണം അല്ലേ? മനസ്സിൽ വരുന്നുണ്ടോ നിങ്ങൾക്ക് മക്കളെ? പൂവ് എന്ന് പറയുമ്പോ മനസ്സിലാവുന്നുണ്ടോ അത് എന്നാണെന്ന്? ഇപ്പൊ കീരി എങ്ങനെ എഴുതും നിങ്ങൾ? കീരിന്ന് എങ്ങനെ എഴുതും? ഒന്ന് കാണിച്ചു തന്നെ മിസ്സിനെ. കീരി എങ്ങനെ എഴുതുക? ഏഞ്ചൽ എഴുതിയേ? എഴുതിയവരൊന്ന് കാണിച്ച സമയത്ത് കാണിച്ചു ഒന്ന് മിസ്സിനെ. ആരെഴുതിയേ? ഭാവയാമി എഴുതിയില്ലേ മോളെ? അവിനാശേ എന്തായി? എഴുതിയോ? കീരി നോക്കട്ടെ. ഓക്കെ. ഗൗരിനന്ദ ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കീരി. കാശിനാഥ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇത്രയ്ക്ക് സമയം വേണോ കീരിന്ന് എഴുതാൻ? നസീം എന്തായി നസീം? ഓക്കെ. ഏഞ്ചൽ എഴുതി കീരി. അപ്പം മനസ്സിലായവരത് വേഗം എഴുതുന്നുണ്ട് അല്ലേ ചിഹ്നങ്ങള്? ഓക്കെ. ഇവിടെ എഡ്വിൻ ജോസഫ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സമജ്ഞ എഴുതിയിട്ടുണ്ട്. ആദിനാഥേ എന്തായി? ആദിനാഥ് എഴുതുന്നുണ്ടോ? അർജുൻ രാജേഷേ തൊട്ട് വായോണ്ട് തടല്ലടാ. ഓക്കെ. എഴുതിയോ? നെക്സ്റ്റ് ക്രിസ്റ്റി ജോസഫ് എഴുതിയിട്ടുണ്ട്. ഏഞ്ചൽ റോസെ കാണുന്നില്ലല്ലോ മിസ്. ഓക്കെ. കുറച്ച് ഇങ്ങോട്ടാണ്. കണ്ടു. ഓക്കെ. അപ്പോ മനസ്സിലായ കുട്ടികൾ അത് എഴുതുന്നുണ്ട് അല്ലേ? അപ്പൊ കീരി ആദിനാഥ് എഴുതി. ഓക്കെ സൂപ്പർ. നസീം മുഹമ്മദ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ചിഹ്നങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഗോഡ്വിൻ എഴുതിയോ? ഗോഡ്വിൻ എന്തേ? ഗോഡ്വിൻ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? എഴുതിയല്ലേ? അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ചിഹ്നങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ മരം എന്ന് എഴുതുമ്പോ എങ്ങനെയാ എഴുതുക നിങ്ങള്?
മരം. എഴുതിയേ നോക്കട്ടെ. മരം. ആലോചിച്ച് എഴുതണം. മാ എഴുതി രാ എഴുതിയിട്ട് ഏതോ ഒരു ചിഹ്നം യൂസ് ചെയ്യണേ. എന്ന ചിഹ്നം യൂസ് ചെയ്യണം. ഏതാണ്? സ്റ്റക്കായി തോന്നുന്നു. മരം. കട്ടായോ?